നമസ്തേ. ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷായ നമഃ. വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ശത്രുവാണ് നെഗറ്റീവ് എനർജി. എന്താണ് നെഗറ്റീവ് എനർജി? ചെറിയൊരു ഉദാഹരണം നമുക്ക് പറയാം. ഒരുപാട് ഉദാഹരണങ്ങൾ നെഗറ്റീവ് എനർജിയുടെ ഉണ്ട്. എല്ലാ വിഷയങ്ങളിലും നെഗറ്റീവ് എനർജിയുടെ ആക്രമണം ഉണ്ടാകാം. അപ്പം അതിന് ചെറിയൊരു ഉദാഹരണം. അപ്പം നമ്മളിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ഇൻ്റർവ്യൂവിന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ഇൻ്റർവ്യൂവിന് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ ജയിക്കും എന്ന് എൻ്റെ മനസ്സ് പറയണത് എൻ്റെ പോസിറ്റീവ് എനർജിയാണ്. ആ മറുഭാഗത്തിരുന്ന് വേറൊരാൾ പറയുന്നുണ്ടാവാം, തോൽക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ നീ തോൽക്കും എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് നെഗറ്റീവ് എനർജി. നമ്മുടെ പരാജയമാണ് നെഗറ്റീവ് എനർജി, നമ്മുടെ വിജയങ്ങളാണ് പോസിറ്റീവ് എനർജി. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗൃഹത്തിൽ നിന്ന് എങ്ങനെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാം? ഹൈന്ദവ ആചാരപ്രകാരം നെഗറ്റീവ് എനർജി കളഞ്ഞ് പോസിറ്റീവ് എനർജി കൊണ്ടുതരുന്ന ഏറ്റവും ഉത്തമമായ മാർഗമാണ് രാവിലെയും വൈകിട്ടേയുമുള്ള നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുള്ള പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ചെയ്യുക എന്നുള്ളത്. ഇന്ന് നമ്മൾ പല വീടുകളിലും, ഞാൻ പല വീടുകളിലും നോക്കാനായിട്ടും കാര്യങ്ങൾക്കായിട്ട് ചെല്ലുമ്പോൾ നിലവിളക്ക് അന്വേഷിക്കുമ്പോൾ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ ക്ലാവ് പിടിച്ച് പൊടി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉപയോഗശൂന്യമായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഷെൽഫിൻ്റെ മുകളിലും മറ്റേ തട്ടിൻ്റെ മുകളിലൊക്കെ എടുത്ത് വയ്ക്കും. അവിടേക്ക് ഇരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു 10,000 രൂപ കർമ്മത്തിന് ഇറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യം എന്താ? അത് തുടച്ചൊന്ന് വൃത്തിയാക്കുക. വിളക്കൊക്കെ ഒന്ന് അത് തുടച്ച് വൃത്തിയാക്കി അതിൽ നിറച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഒരു തിരിയിട്ടിട്ട് വിളക്ക് തെളിയിക്കുക. കാലത്ത് ഒരു 2 വരി നാമം അതൊന്ന് ചൊല്ലാനുള്ള മനസ്സുണ്ടാവുക. ആ പ്രഭാതത്തിൽ തന്നെ ആ വിളക്ക് തെളിയിച്ച് വെച്ച് 2 വരി നാമം ചൊല്ലുമ്പോൾ കിട്ടുന്ന എനർജി ഉണ്ടല്ലോ, അതൊരു പ്രതീക്ഷയാണ്. ആ ദിവസത്തിൻ്റെ പ്രതീക്ഷയാണ് നമുക്ക്. ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ ദീപം. ഇരുട്ടിനെ നീക്കി വെളിച്ചത്തെ നൽകുന്ന ഒരു എനർജി, പോസിറ്റീവ് എനർജിയാണ് ഈ ദീപനാളം, അല്ലേ? അത് തന്നെ സന്ധിക്കും. നമുക്ക് ആ വിളക്ക് തെളിയിച്ച് ഒരു നാമൊക്കെ, സന്ധ്യാനാമങ്ങൾ ഒരുപാടുണ്ട്. നാമജപങ്ങൾക്ക് ഒരു ക്ഷാമമില്ല. ഹൈന്ദവ ആചാരത്തിൽ നാമജപങ്ങൾക്ക് ഒരു ക്ഷാമമില്ല. അപ്പോൾ സന്ധ്യാനാമം ജപിക്കുക. ഈ 2 നേരം വിളക്ക് വെച്ച് നാമം ജപിക്കുന്നത് ഗൃഹത്തിൽ നിന്ന് നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്ത് പോസിറ്റീവ് എനർജി സ്വീകരിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ്. സമയം കണ്ടെത്താൻ പറ്റും. എത്ര തിരക്കുണ്ടെങ്കിലും സമയം കണ്ടെത്താൻ പറ്റും. അപ്പം അത് മുടങ്ങാതെ ചെയ്യുന്ന ഗൃഹങ്ങളിൽ, പണ്ടത്തെ കാലത്തൊക്കെ തറവാടുകളിൽ ഇത് മുടങ്ങാണ്ട് ചെയ്തിരുന്നു. ആ വീടുകളിലെ ഉമ്മറപ്പടിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു സുഖ, ഒരു പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ ഒരു വെളിച്ചവും പ്രകാശവും കിട്ടുന്നൊരു വീട്. അതിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ വീട്ടിലെ ഓരോ അംഗങ്ങളും മുഖത്ത് പ്രകാശമുള്ളവരായിരിക്കും. അവരുടെ ചിരിക്ക് ഭംഗിയുണ്ടാവും, അവരുടെ വാക്കുകൾക്ക് മധുരമുണ്ടാവും. അത് ആ വീട്ടിലത്തെ, ആ തറവാട്ടിലത്തെ ആ നാമജപങ്ങളുടെ എനർജിയാണ്. ആ എനർജിക്ക് ഇപ്പം ഇന്ന് പോയി. നമ്മുടെ വീടുകളിലൊന്നും വിളക്ക് തെളിയുക എന്നുള്ളൊരു ചിട്ട ഇല്ലാണ്ടായി. ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിച്ചിട്ടുണ്ടല്ലോ, അവിടെ പോയി തൊഴുത് കഴിഞ്ഞാൽ എല്ലാം കിട്ടിയെന്നാണ്. കിട്ടണൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയണമെന്നില്ല. സ്വന്തം വീട്ടിൽ കൂടി അത് ചെയ്യുന്നത് കൊണ്ട് എന്താ തെറ്റ്? ചെയ്താൽ ഇങ്ങനെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി മാറ്റിക്കൂടെ? അത് ഒരു കാര്യം. ഇനി ഓരോ വ്യക്തികളുടെ മനസ്സിൽ നിന്നും എങ്ങനെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാം? നാമജപം അതിന് ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ്. നാമം ജപിക്കുന്നതോടുകൂടി നമുക്ക് പ്രതീക്ഷകളും പ്രവർത്തിക്കാനുള്ള ശേഷിയും വിജയവും ഒക്കെ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ എല്ലാത്തിനും സംശയത്തോടുകൂടി കാണുന്ന ഒരു പ്രകൃതി ഇല്ലാണ്ടാക്കാം. നടക്കൂ, നടക്കില്ലേ? നടക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇറങ്ങുക എല്ലാ കാര്യങ്ങളും.
പ്രവൃത്തി ശരിയാവണമെങ്കിൽ നടക്കുന്നുള്ള തോന്നലുണ്ടാവണം, അല്ല പ്രവൃത്തിയും തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നടക്കില്ല എന്ന് തോന്നിയിട്ട് ഒരു പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിക്കരുത്. നടക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് പ്രവൃത്തികൾക്ക് ഇറങ്ങിത്തിരിക്കുക. അപ്പം അതിന് ഫലം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഓരോ വ്യക്തികളിൽ നിന്നും നെഗറ്റീവ് എനർജിയെ മാറ്റിയിട്ട് പോസിറ്റീവ് എനർജി എത്തിക്കാം. അതുപോലെ തന്നെ അതിലെ ഏറ്റവും പ്രധാന ഘടകമാണ് മറ്റുള്ളവരുടെ കുറവ് അന്വേഷിച്ച് പോകുന്നത് നമുക്ക് നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഘടകമാണ്. മറ്റുള്ളവരുടെ കുറവ് അന്വേഷിക്കുന്നതിന് മുൻപ് നമ്മളിലുള്ള കുറവ് എന്താണെന്ന് ചിന്തിക്കുക. ഓരോ വ്യക്തികളിലും ഉള്ള കുറവുകളെ നികത്താൻ അവരവർ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലും കുറവുകൾ മാറും. അപ്പോൾ ആ കുറവുകളെ നികത്താനാണ് ആദ്യം ശ്രമം നടത്തേണ്ടത്. അപ്പോൾ തന്നെ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് മാറിയിട്ട് പോസിറ്റീവ് എനർജി നിറയും. സ്വന്തം പാത്രത്തിൽ നോക്കി ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവൻ്റെ പാത്രത്തിൽ നോക്കിയിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മുടെ പാത്രത്തിൽ കരടുണ്ടോ അഴുക്കുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ പാത്രത്തിൽ ശ്രദ്ധിച്ച് അതിലെ അഴുക്കും കരടും കണ്ടെത്തുമ്പോൾ നമ്മുടെ പാത്രത്തിലത്തെ അഴുക്കും കരടും അവിടെ കിടക്കുക. സ്വന്തം കാര്യം ശുഭപ്പെടുത്തിയതിനു ശേഷം മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ശ്രമം നടത്താം. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പോകാണ്ടിരിക്കുക ഏറ്റവും നല്ലത്. നമ്മുടെ കാര്യം നോക്കി നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബിസി തന്നെയായിരിക്കും. നമുക്ക് സമയം കിട്ടില്ല മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ. നമ്മളെപ്പോഴും തിരക്കിലായിരിക്കും. അപ്പോൾ സ്വയം ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശുദ്ധീകരിക്കപ്പെടും. ശുദ്ധീകരിക്കപ്പെടാൻ ശ്രമിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പരിസ്ഥിതിയും ശുഭമാവുന്ന പറയാം. ചുറ്റുവട്ടവും ശുഭമായിരിക്കും. അതുകൊണ്ട് ശുഭത്തിലേക്കുള്ള യാത്രകളിലേക്ക് പോകുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിറയും. ആ എനർജിയുടെ ഏറ്റവും പ്രധാന ഘടകമാണ് ദീപം തെളിയിക്കുന്നതും അതുപോലെ തന്നെ നാമം ജപിക്കുന്നതും. അതുപോലെ സന്ധ്യാസമയത്ത് നമ്മൾ നാരങ്ങ വിളക്ക് തെളിക്കുന്നത് എനർജി കിട്ടാൻ ഒരുപാട് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെ നാരങ്ങ വിളക്ക് തെളിയിക്കാം? നമ്മളൊരു നാരങ്ങ എടുത്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലത്തെ നീര് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം, ആ നീര് മുമ്പ് ഉപയോഗിക്കുക കേട്ടോ, അതിൽ തെറ്റൊന്നുമില്ല. ആ നീര് നമുക്ക് വെള്ളം കലക്കി ഉപയോഗിക്കാൻ തെറ്റില്ല. കളഞ്ഞ് ആ തൊണ്ട് മറച്ചിടുക. നാരങ്ങയുടെ പുറം ഭാഗം അകത്തേക്ക് ആക്കിയിട്ട് മറച്ചിട്ടിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിക്കുക. അത് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു ദീപദർശനമാണ്. ആ ദീപം സന്ധ്യയ്ക്ക് തെളിയിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാമജപം കൂടി ചെയ്ത ശത്രുദോഷങ്ങൾ കുറയാൻ, കണ്ണീർ ദോഷങ്ങൾ കുറയാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. അപ്പം അത് നല്ല ഒരു ആചാരമാണ്. ഉമ്മറപ്പടിവാതിലിൽ ഉമ്മറത്ത് തന്നെയായിട്ട് നാരങ്ങ വിളക്ക് കത്തിച്ച് വയ്ക്കുക. ഒരെണ്ണമായിട്ട് കത്തിക്കാം, 3 എണ്ണമായിട്ട് കത്തിക്കാം, 5 എണ്ണമായിട്ട് കത്തിക്കാം, 7 എണ്ണമായിട്ട് കത്തിക്കാം. അങ്ങനെ ഒരുപാട് എണ്ണമായിട്ട് നമുക്ക് കത്തിച്ചു പോകാം. ഒറ്റ സംഖ്യകളിൽ നമുക്ക് കത്തിച്ചു പോകാം. ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവാനുള്ള കാര്യമാണത്. അപ്പോൾ വിളക്ക് എന്ന് പറഞ്ഞാൽ, ദീപം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എനർജി കൂട്ടുവാനും നിലനിർത്തുവാനുമുള്ള ഒരു സ്രോതസ് ആണ്. അതേപോലെ നാമജപങ്ങളും. അപ്പം നമുക്ക് നിത്യമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ നമ്മുടെ ഗൃഹത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്ത് പ്രതീക്ഷയാകുന്ന, വിജയമാകുന്ന ആ പോസിറ്റീവ് എനർജിയെ നമ്മുടെ ശരീരത്തിലും ഗൃഹത്തിലും നിലനിർത്തുവാനായിട്ട് സ്വാമിയുടെ അനുഗ്രഹത്തിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്തേ.